ഞാൻ നിന്റെ പേരിൽ എഴുതി വെക്കാൻ പോവാ. അയ്യോ, എന്തിനു നിലവിളിക്കുന്നത്? ഞാൻ നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനാ. മുത്തശ്ശി അതൊന്നും വേണ്ട. അതെന്താ? അത് ശരിയാവില്ല. ശരിയാവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങ് അനുസരിച്ചാ മതി. അതല്ല മുത്തശ്ശി. പറഞ്ഞല്ലോ, എന്റെ തീരുമാനം ഞാൻ മാറ്റുന്ന പ്രശ്നമില്ല. ഈ തറവാടിന്റെ അടുത്ത അവകാശി പൂജമോളാ. ഇത് ഞാൻ മോളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ചെയ്യുന്നതല്ല. ഞാൻ വളരെ നേരത്തെ തീരുമാനിച്ചതാ. എന്റെ ആദിമൻ താലി കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണായിരിക്കും ഈ വീടിന്റെ അനന്തരാവകാശിയെന്ന്. ഇനി ഈ കാര്യത്തിൽ ആരെന്തു പറഞ്ഞാലും ഒരു വിട്ടുവീഴ്ചയും എന്നിൽ നിന്നുണ്ടാവില്ല. അധികം വൈകാതെ തന്നെ ഞാനിത് രജിസ്റ്ററാക്കി മോളുടെ പേരിൽ എഴുതിക്കും. സന്തോഷായില്ലേ? ആ പിന്നെ ഇനി ഡൽഹി എന്നും വാടക വീടെന്നും പറഞ്ഞ് എന്റെ മുന്നിൽ വന്നു പോകരുത്. ഫാത്തിമ ഒന്നുകൊണ്ട് പേടിക്കട്ടെ, ഞാനെപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയാണ്. പിന്നെ പരസ്യമായിട്ടത് പ്രഖ്യാപിക്കാത്തത് അറിയാലോ, എൻ്റെ സാഹചര്യങ്ങൾ. അല്ല, ഏത് കച്ചവടത്തിനും ഒരു ലാഭം ഉണ്ടാവണമല്ലോ. ഈ കച്ചവടത്തിൽ സാറിന്റെ ലാഭം എന്തുവാ?